ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം വെള്ളത്തെ അവൻ സ്പർശിച്ചപ്പോൾ അത് വീഞ്ഞായി മാറി. ഒടുവിലത്തേതാകട്ടെ വീഞ്ഞിനെ തൊട്ടപ്പോൾ അത് രക്തമായി മാറി. ആ പരിശുദ്ധ രക്തത്തിന്റെ മണമുള്ള ദിവ്യകാരുണ്യം നമ്മുടെ വ്യതകളെ സംഹരിക്കുകയും പരിമിതികൾക്ക് അറുതി വരുത്തുകയും ചെയ്യുന്ന അഗ്നികുണ്ഡമാണ്. അരുളിക്കായല തിരുവോസ്തിയിൽ നമ്മുടെ ദുഃഖം സന്തോഷമാക്കി മാറ്റുന്ന പരമപരിശുദ്ധനായ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ തിരുമുമ്പിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കുമ്പിട്ട് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ സജീവ സാന്നിധ്യത്തിനു മുമ്പിൽ ഞങ്ങൾ അണയുന്നു. രോഗികളെ സുഖപ്പെടുത്തുകയും തളർന്നവരെ കൈക്ക് പിടിച്ചുയർത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. മുറിവേറ്റവരെ പൊതിയുന്ന ദൈവിക സ്നേഹമായ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ ആയിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സുവിശേഷ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ജീവിതം ഒരു വലിയ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നെന്ന് നമുക്ക് കാണാം. ഈശോയുടെ മുൻപിൽ വന്ന ഒരു രോഗിയെ പോലും നിരാശയോടെ യേശു മടക്കി അയച്ചിട്ടില്ല. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. അകലം പാലിക്കാത്ത ദൈവം. ഈ നിമിഷം ഈശോയുടെ സ്നേഹത്തിന്റെ സ്പർശനത്തെ ആഴത്തിൽ ധ്യാനിക്കാം. യഹൂദരുടെ നിയമപ്രകാരം കുഷ്ഠരോഗികളെ സ്പർശിക്കുന്നത് അശുദ്ധിയായിട്ടാണ് കരുതിയിരുന്നത്. എന്നാൽ യേശു നിയമങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യന്റെ വേദനയ്ക്ക് വില നൽകി. കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ യേശു അവനിൽ നിന്നും മാറി നിൽക്കുകയല്ല ചെയ്തത്, മറിച്ച് കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ. അശുദ്ധിയേക്കാൾ ശക്തി അവിടുത്തെ സ്നേഹത്തിനുണ്ടെന്ന് യേശു തെളിയിച്ചു. ലോകം മാറ്റി നിർത്തുന്നവരെയും അശുദ്ധമെന്ന് വിളിക്കുന്നവരെയും ചേർത്തു പിടിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു. നമ്മുടെ രോഗാവസ്ഥയിൽ മറ്റുള്ളവർ നമ്മെ അവഗണിച്ചാലും നമ്മുടെ വേദനകൾ ആർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും മകനെ, മകളെ, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മെ സ്പർശിക്കുന്ന നിമിഷമാണിത്. പത്രോസിന്റെ അമ്മായിയമ്മയുടെ പനി ബാധിച്ച കരങ്ങളിൽ യേശു സ്പർശിച്ചപ്പോൾ പനി അവളെ വിട്ടുമാറി. രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ സ്പർശിച്ചപ്പോൾ സൗഖ്യം അവളിലേക്ക് ഒഴുകി. യേശുവിന്റെ സ്പർശനം വെറുമൊരു ശാരീരിക സ്പർശനമല്ല, മറിച്ച് സ്വർഗത്തിലെ ജീവനും ശക്തിയും മനുഷ്യന്റെ തകർച്ചകളിലേക്ക് പകരപ്പെടുന്ന നിമിഷമാണിത്. കർത്താവേ, അങ്ങയുടെ സ്പർശനത്തിനായി ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങളുടെ രോഗത്തിന്റെ വേദനയേക്കാൾ, ഞങ്ങളുടെ പാപത്തിന്റെ അശുദ്ധിയേക്കാൾ വലുതാണ് യേശുവേ അങ്ങയുടെ പാവനമായ സ്പർശനം. കർത്താവേ, എന്നെ ഒന്ന് തൊടണമേ. ഞാൻ മഞ്ഞിനേക്കാൾ നന്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും രോഗാവസ്ഥകളെ ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് കടന്നു വന്നപ്പോൾ അന്തർക്ക് കാഴ്ച ലഭിച്ചു. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ തളർച്ചകളിലേക്കും അന്ധകാരത്തിലേക്കും യേശുവേ അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ രോഗത്തെക്കാൾ വലിയവനാണ് യേശുവെന്ന്
ഉറക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗബാധ പീഡകളെ യേശുവിന്റെ അതിശക്തമായ നാമത്തിൽ ശാസിക്കുന്നു. വിട്ടുപോകട്ടെ. ആമേൻ. തൊട്ടാൽ മതി, നിന്റെ നോട്ടം മതി,